അമ്പർത്തങ്ങളെ എന്ന് നിന്റെ നാവിൽ നിന്ന് വന്നാൽ വല്ലാഹി നിന്റെ ഷഹാദത്ത് ബാത്തിലാണ്. കീഴ്വായി പോയവന്റെ നിസ്കാരം ബാത്തിലായതുപോലെ നിന്റെ ഷഹാദത്ത് ബാത്തിലായി. നീ എന്തേ പറഞ്ഞിട്ടുള്ളൂ? നീ അല്ലാഹ് കൊടുത്ത ഉറപ്പിനെതിരാണത്, നീ ഷഹാദത്തിനെതിരാണത്. നീ അല്ലാഹ് കൊടുത്ത ഉറപ്പെന്താ? എന്ത് പ്രശ്നത്തിനും അല്ലാഹുവെ നിന്നെ മാത്രമേ ഞാൻ ഇടപെടിപ്പിക്കുള്ളൂ. നീ അല്ലാഹ് കൊടുത്ത ഉറപ്പ്. കാലം എത്ര വന്നപ്പോ നീ മമ്രത്തങ്ങളെ ഇടപെടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ച നിന്റെ ഷഹാദത്തിനെ നീ ബാത്തിലാക്കി. നീ അല്ലാഹ്ക്ക് കൊടുത്ത ഉറപ്പ് കള്ളമാണ്. നീ അതിൽ ഖിയാനത്ത് കാണിച്ചു. ഷഹാദത്തിൽ അമാനത്ത് പാലിക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഷഹാദത്തിൽ സത്യസന്ധത പാലിക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അല്ലാഹ് കൊടുത്ത ഉറപ്പ് പാലിക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ല. നീ കൊടുത്ത ഉറപ്പെന്താ? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് പ്രശ്നത്തിനും ഞാൻ അല്ലാഹനെ ഇടപെടിപ്പിക്കുകയുള്ളൂ, അത് ഞാൻ തെളിയിക്കുമെന്നാണ് അല്ലാഹ് കൊടുത്ത ഉറപ്പ്. പ്രശ്നം വന്നപ്പോൾ നീ മമ്രത്തങ്ങളെയാണ് ഇടപെടിപ്പിച്ചത് എങ്കിൽ നിന്റെ ഷഹാദത്ത് ബാത്തിലായി. നീ ഖിയാനത്ത് കാണിച്ചു അല്ലാഹുവിനോട്. ഫലസ്തീൻ തൊട്ട് നാദാപരമ്പരയുള്ള പ്രശ്നത്തിന് കാരണം ഈ ഖിയാനത്താണ്. ഫലസ്തീൻ തൊട്ട് നാദാപുരം വരെ മുസ്ലിം പ്രശ്നം. എന്താണ് മുസ്ലിം പ്രശ്നം? രാഷ്ട്രീയമാണോ? ഒരിക്കലും അല്ല. 200 ചില്ലാൻ രാജ്യങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ലോകത്തുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് എന്ന ഹെഡിങ്ങിൽ ഒരുപാട് രാജ്യങ്ങൾ മുസ്ലിമീങ്ങൾക്കുണ്ട് ഒറ്റക്ക്. സാമ്പത്തികമാണോ? മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ് മുസ്ലിമീങ്ങളുടെ കയ്യിലാണ്. സാമൂഹ്യമാണോ? ഇത്ര അടുക്കും ചിട്ടയുള്ള സമുദായത്തെ ലോകത്ത് വരെ കാണിച്ചു തരാൻ സാധിക്കൂല. ഇത്ര ഡിസിപ്ലിനുള്ള സമുദായത്തെ വരെ കാണിച്ചു തരാൻ സാധിക്കൂല. എന്താണ് പിന്നെ മുസ്ലിം പ്രശ്നം എന്ന് പറഞ്ഞാൽ? എവിടെ നോക്കിയാലും മുസ്ലിം പ്രശ്നം. 100% മുസ്ലിമീങ്ങളുള്ള സൗദിയിലും പ്രശ്നം മുസ്ലിമീങ്ങൾക്ക്, 90% മുസ്ലിമീങ്ങളുള്ള ഫലസ്തീനിലും പ്രശ്നം മുസ്ലിമീങ്ങൾക്ക്, 2% മുസ്ലിമീങ്ങളുള്ള സൗത്ത് ആഫ്രിക്കയിലും പ്രശ്നം മുസ്ലിമീങ്ങൾക്ക്, 30% മുസ്ലിമീങ്ങളുള്ള ഇന്ത്യയിലും പ്രശ്നം മുസ്ലിമീങ്ങൾക്ക്. ഭൂലോകത്ത് എവിടെ നോക്കിയാലും പ്രശ്നം മുസ്ലിമീങ്ങൾക്ക്. ക്രിസ്ത്യാനികൾക്ക് പ്രശ്നമില്ല, ജൂതന്മാർക്ക് പ്രശ്നമില്ല, ആര്യന്മാർക്ക് പ്രശ്നമില്ല, ദ്രാവിഡന്മാർക്ക് പ്രശ്നമില്ല. പ്രശ്നമായ പ്രശ്നം ഉള്ളതും ഇല്ലാത്തതും എല്ലാം മുസ്ലിങ്ങളെ പേരടിക്ക്. എന്തുകൊണ്ട്? ഈ പറയപ്പെട്ട മതക്കാരും അല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവരല്ല. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ അവരുടെ കാര്യത്തിൽ നടപടി ഉണ്ടാവുകയില്ല. അവരെ പറ്റി മൊത്തത്തിൽ തീരുമാനം അല്ലാഹ് എടുത്തു വെച്ചിട്ടുണ്ട്. എന്ത്? ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. മൊത്തത്തിൽ അല്ലാഹ് തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദുനിയാവിൽ നടപടി എടുക്കേണ്ട പ്രശ്നമില്ല. ദുനിയാവിൽ അല്ലാഹു തആല അവരെ ജീവിക്കാൻ വിടുന്നു. ഫമഹ്ലിൽ കാഫിരീന അംഹിൽഹും റുബൈദ. അതുകൊണ്ട് നടപടി നമ്മൾ നേരെ തിരിച്ചാ ചിന്തിക്കുക. നമ്മൾ മുസ്ലിമീങ്ങൾ, ഹിന്ദുക്കൾ അല്ലാഹ് വെറുതെ വിടുന്നു, ക്രിസ്ത്യാനികൾ അല്ലാഹ് വെറുതെ വിടുന്നു, മുസ്ലിങ്ങൾക്ക് മാത്രം പ്രശ്നം. ശരിയാ. മുസ്ലിമീങ്ങൾ മാത്രമേ പാസ്പോർട്ട് എടുത്തിട്ട് പൗരന്മാരുള്ളൂ, ബാക്കിയുള്ള എല്ലാം അനധികൃതമാണ്. IS ഒരു ഓട്ടോറിക്ഷക്കാരനും ഉന്തുവണ്ടിക്കാരനും കൂടി റോട്ടുമെന്ന് അടികൂടി, ഓട്ടോറിക്ഷക്കാരനും ഉന്തുവണ്ടിക്കാരനും കൂടി കേസായി. കളക്ടർ ഇടപെടുവോ? കളക്ടർ ഇടപെട്ടിട്ട് ഓട്ടോറിക്ഷക്കാരനോട് നീ ഓട്ടോറിക്ഷ ഓടിക്കാൻ പാടില്ല, നീ മാന്യതയ്ക്കെതിരാണ് പ്രവർത്തിച്ചെന്ന് പറയോ? നീ ഉന്തുവണ്ടി വലിക്കാൻ പാടില്ലെന്ന് പറയോ? അത് പെറ്റി കേസ്, പിറ്റേന്ന് പോലീസുകാരനെ എഴുതിത്തുള്ളൂ. അതേസമയത്ത് ഒരു IAS-കാരൻ അല്ലെങ്കിൽ IPS-കാരൻ റോട്ടുമെന്ന് അടികൂടിയാൽ ഗവൺമെന്റ് ഇടപെടും, അവർക്ക് ഓർഡർ കൊടുക്കും. ഒന്നിക്കൽ അവന്റെ IAS സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അവന്റെ IAS ഡിസ്മിസ് ചെയ്യും. എന്താ ഓട്ടോറിക്ഷക്കാരനും തമ്മിൽ വ്യത്യാസം? IAS-കാരൻ IPS-കാരൻ ഇന്ത്യ രാജ്യത്തിന്റെ ഔദ്യോഗിക പൗരനും ഇന്ത്യന്റെ ഭരണകൂടത്തിന്റെ സർവന്റുമാണ്. അവനെ പഠിപ്പിച്ചത് ഗവൺമെന്റ് സ്വന്തം കാശേലവാക്കിയിട്ടാണ്. ഓട്ടോറിക്ഷക്കാരൻ ഗവൺമെന്റിന്റെ ആരുമല്ല. അതുകൊണ്ടാണ് അവനെ വെറുതെ വിട്ടത്. IAS-കാരൻ ഗവൺമെന്റിന്റെ സ്വന്തം ആളാണ്. അതുകൊണ്ട് ചെറിയ കേസ് വന്നാലും അവന്റെ IAS ചോദ്യം ചെയ്യപ്പെടും. അവനെ നിലനിർത്തും ഗവൺമെന്റ്. ഇതാണ് സുഹൃത്തുക്കളെ ഭൗതിക നിയമം. എങ്കിൽ അല്ലാഹുവിന്റെ നിയമം അതിനേക്കാൾ ബലമാണ്. ഷഹാദത്ത് കൊടുത്ത മുസ്ലിമീങ്ങളുടെ ഭാഗത്തുനിന്ന് റോങ് വരുമ്പോഴാണ് അല്ലാഹു തആല ഇടപെടുക. ഷഹാദത്ത് കൊടുത്തിട്ടില്ലാത്ത മറ്റുള്ളവരുടെ കാര്യത്തിൽ അല്ലാഹ് ഇടപെടുകയില്ല. അവന് എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആവശ്യം പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ അല്ലാഹു ആദർശം നോക്കിയിട്ടല്ല കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആവശ്യം പൂർത്തിയാക്കിയാൽ മതി അവർക്ക്. നമുക്ക് ആദർശവും കൂടി പൂർത്തിയാക്കണം. ആവശ്യം പൂർത്തിയാക്കിയാൽ മാത്രം പോരാ, മുസ്ലിമീങ്ങൾക്ക് ആദർശവും കൂടി പൂർത്തിയാക്കണം. ആദർശത്തിൽ പോരായ്മ വരുമ്പോൾ അല്ലാഹു തആല പിടിച്ചിരിക്കും. ആവശ്യത്തിലെ പോരായ്മ അത് ഹിന്ദുവിന് കൊടുക്കും പോലെ, ക്രിസ്ത്യാനിക്ക് കൊടുക്കും പോലെ മുസ്ലിങ്ങൾക്കും കൊടുക്കും. അതിനൊരു അജ്മീർ യാത്രയോ നാവൂർ യാത്രയോ പോത്തിനെ അറുക്കലോ എരുമിനെ അറുക്കലോ ആവശ്യമില്ല. അത് വിഡ്ഢിത്തമാണ്. ഈ ഉമ്മത്ത് ചെയ്യുന്ന പടുവിഡ്ഢിത്തം. ക്രിസ്ത്യാനിക്ക് അല്ലാഹ് ഓശാരമായി കൊടുക്കുന്നു, ജൂതന് അല്ലാഹ് ഓശാരമായി കൊടുക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാരനും കൊടുക്കുന്നു, മുസ്ലിമീങ്ങൾക്ക് പോത്തിനെ അറുത്തലേ കൊടുക്കുള്ളൂ. ഇത് ആരുണ്ടാക്കിയ തോന്നിയ വാസമാണ്.
അള്ളാഹുവിന്റെ ഈ ഏർപ്പാടിൽ അള്ളാന്റെ മേൽ കള്ളം ആരോപിക്കുന്നവനേക്കാൾ കടുപ്പപ്പെട്ടവൻ ആരാ? ഇത് അള്ളാന്റെ മേൽ കള്ളം ആരോപിക്കലല്ലേ? ഈ ശൈഖിനെ പോത്തിനേർത്ത് നേർച്ചയാക്കിയാലേ നിങ്ങളെ കാര്യം നടക്കൂ എന്ന് വിശ്വസിപ്പിച്ചത് കള്ളമല്ലേ? അള്ളാഹു ചെയ്യുന്ന ജോലിയെ നേരെ തിരിച്ചു പറഞ്ഞു കൊടുക്കലല്ലേ? മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അള്ളാഹ് നമ്മക്ക് കിട്ടണമെങ്കിൽ പോത്തിനെ നേർച്ചയാക്കണം എന്ന് പറയുന്നത് കള്ളത്തരവും വിഡ്ഢിത്തവും തോന്നിയവാസവും അല്ലെങ്കിൽ പിന്നെന്താ? എന്താ? കള്ളമാണ് അള്ളാഹുവിന്റെ മേൽ ആരോപിച്ച കള്ളം. എന്ന ആദർശം അങ്ങനെയല്ല. ആദർശത്തിൽ പോറലേറ്റാൽ അള്ളാഹു തആല ദുനിയാവിൽ നിന്ന് മുസ്ലിങ്ങളെ പിടിക്കും. എന്താണ് ആദർശം? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ, മുഹമ്മദുർ റസൂലുള്ളാഹ് കൊടുത്ത ഷഹാദ. ആ ഷഹാദത്തിന് എന്തെങ്കിലും തരത്തിൽ ഖിയാനത്ത് സംഭവിച്ചാൽ മുസ്ലിമീങ്ങളെ അള്ളാഹു തആല പിടിക്കും. ആ പിടുത്തമാണ്